ഹലോ കൂട്ടുകാരെ, കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിലും അല്ലാതെ വൈകുന്നേരം പലഹാരമായിട്ടും കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കുഴിപ്പനിയാരം. അപ്പം നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കുഴിപ്പനിയാരം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കടുക് പൊട്ടാനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് അതിനകത്തേക്ക് ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും ഒരിച്ചിരി ഉഴുന്നും കൂടി ചേർത്ത് കൊടുത്ത് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞതും കൂടി ചേർത്ത്, കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഇച്ചിരി തക്കാളി ചേർത്ത് ഉപ്പ് ആവശ്യത്തിനിട്ട് അതൊന്നുകൂടെ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത്രയും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അതൊന്ന് വെന്ത് കഴിയുമ്പോൾ അത് മാറ്റി വയ്ക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ഇഡലി മാവാണ്. ഇഡലി ദോശ മാവുണ്ടല്ലോ, അതൊരു 2 കപ്പ് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അതിനകത്തേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ പച്ചക്കറിയുടെ കൂട്ടും കൂടി ചേർത്ത്, ഉപ്പ് നമ്മൾ നേരത്തെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനകത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ ഒരു പരുവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഡലി മാവുണ്ടല്ലോ, ആ ഒരു പരുവാണ് വേണ്ടത് കേട്ടോ. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഒത്തിരി വെള്ളം ചേർത്തത് വേണ്ട. ഇനി നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്നൊരു ചട്ടിക്കകത്തോട്ട് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കി കൊടുക്കാം. ഒത്തിരി എണ്ണ ഒഴിക്കണ്ട, കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ ഈ മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. മാവ് കോരി ഒഴിച്ച് നമ്മുടെ 2 സൈഡ് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നിടം വരെ തിരിച്ചും മറിച്ച് വിട്ട് നമ്മുടെ ഉണ്ണിയപ്പം ചുടുന്നത് പോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്ക്, വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റും പിന്നെ അത് മാത്രമല്ല ക്യാബേജ് ചേർക്കാം, ബീട്രൂട്ട്, ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കിത് വളരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഇത് വളരെ ടേസ്റ്റാണ്. ഈ ഒരു നമ്മുടെ ഉണ്ണിയപ്പം പോലെ തന്നെ ഇരിക്കുന്നൊരു ഇതായതുകൊണ്ട് കുട്ടികളത് കഴിച്ചോളും. നമുക്ക് കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിൽ കൊടുത്തു വിടാനും ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു വിഭവമാണ് കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോഴാണെങ്കിലും വലിയവർക്കാണെങ്കിലും വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ് ഇത്. ചമ്മന്തിയുടെ കൂടെ നമുക്ക് സെർവ് ചെയ്യാം. അത്രയേ ഉള്ളൂ. 2 സൈഡും കൂടെ നല്ലൊരു കളറാകുന്നിടം വരെ അപ്പുറത്തും ഇപ്പുറത്തും തിരിച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ കുഴിപ്പനിയാരം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാ മാവും അതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുഴിപ്പനിയാരം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് കാണാൻ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.